പ്രഭാതത്തിന് മുമ്പ് രാത്രി എപ്പോഴും ഇരുണ്ടതാണ്. ജീവിതവും ഇങ്ങനെ തന്നെയാണ്. പ്രയാസകരമായ സമയങ്ങൾ കടന്നുപോകും. എല്ലാം മെച്ചപ്പെടും. നിങ്ങൾ എന്നത്തേക്കാളും പ്രകാശിക്കും. ഏത് തരത്തിലുള്ള സ്ത്രീയുമായാണ് ഒരു പുരുഷൻ സഹവസിക്കുന്നത്? അവരുടെ തലത്തിലേക്ക് അയാളുടെ മനസ്സിൽ എത്തുന്നു. മൃദുലമായ ഹൃദയമുള്ള ഒരാളെ വേദനിപ്പിക്കരുത്. കാരണം അമിതമായ ചിന്തകൾ കാരണം അവർക്ക് രാത്രി ഉറങ്ങാൻ കഴിയില്ല. നമ്മുടെ സുഹൃത്തുക്കളെ വഞ്ചിക്കുന്നതിനേക്കാൾ ലജ്ജാകരമാണ് അവരെ അവിശ്വസിക്കുന്നത്. ജീവിതം ഒരു അവസരമാണ്. അതിൽ നിന്ന് പ്രയോജനം നേടുക. ജീവിതം സുന്ദരമാണ്. അത് ആസ്വദിക്കുക. ജീവിതം ഒരു സ്വപ്നമാണ്. അത് സാക്ഷാത്കരിക്കുക. മനുഷ്യന്റെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ പിന്നെ സ്വന്തം വീട്ടിൽ പോലും അവർക്ക് സമാധാനം ലഭിക്കുന്നില്ല. മനുഷ്യന്റെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ പിന്നെ സ്വന്തം വീട്ടിൽ പോലും അവർക്ക് സമാധാനം ലഭിക്കുന്നില്ല. നമുക്ക് ഒരു ഉറച്ച ലക്ഷ്യം ഉണ്ടെങ്കിൽ, ആ ലക്ഷ്യം നേടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ആത്മവിശ്വാസവും സ്വയം സമർപ്പണവും ഉണ്ടെങ്കിൽ വിജയം നമ്മുടെ കൈക്കുള്ളിൽ ആയിരിക്കും. നമ്മൾക്ക് തെറ്റുകൾ പറ്റുകയും അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ എങ്ങനെ അത് തിരുത്താം എന്ന സുപ്രധാന ഘടകം നമ്മളിൽ പലരും ചിന്തിക്കാതെ പോകുന്നു. സന്തോഷം എന്നത് പ്രശ്നങ്ങളുടെ അഭാവമല്ല, അവ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. നമ്മൾക്ക് നമ്മിൽ തന്നെ താൽപ്പര്യമില്ല എങ്കിൽ ജീവിതം തന്നെ വളരെ താൽപ്പര്യമില്ലാതായിത്തീരും. അത് നമുക്കാർക്കും സഹിക്കാൻ കഴിയില്ല. സ്നേഹം ഒരു അനുഭവമാണ്. അകലം തോറും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കിത്തരുന്ന ഒരു തിരിച്ചറിവ്. പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് അവ കേവലം വാക്കുകൾ ആവാം. പക്ഷേ ചിലർക്ക് അത് പ്രതീക്ഷകൾ ആവാം, സ്വപ്നങ്ങളാവാം. നമ്മുടെ സമയം, നമ്മുടെ സ്നേഹം, നമ്മുടെ സൗഹൃദം, അങ്ങനെയെല്ലാം നമ്മളെ അറിയുന്നവർക്ക് കൊടുക്കുക. അല്ലാത്തവർക്ക് നമ്മൾ വെറും നേരമ്പോക്ക് മാത്രം. വിജയിക്കാൻ പൂർണ്ണമായും ഒരു സൂത്രവാക്യം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പലതിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടതായി വരും. എന്നാൽ തോൽക്കാൻ ഒറ്റ സൂത്രവാക്യം അറിഞ്ഞിരുന്നാൽ മതി. എപ്പോഴും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന, നിങ്ങളെ കുറ്റപ്പെടുത്താത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. ഒരു ബന്ധം നശിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങുക എന്നതാണ്. വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട്. ആ കഥയുടെ ബാക്കി മാത്രമാണ് നമ്മൾ ഓരോരുത്തരും. വേഗത്തിൽ ഓടുന്നവരല്ല, ഓട്ടം തുടരുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട്. ആ കഥയുടെ ബാക്കി മാത്രമാണ് നമ്മൾ ഓരോരുത്തരും. തനിക്ക് ആകർഷണം തോന്നുന്ന പുരുഷനോട് സ്ത്രീകൾ നോക്കിച്ചിരിക്കുന്നു. എന്നാൽ തങ്ങളെ നോക്കിച്ചിരിക്കുന്ന സ്ത്രീകളിൽ ആകൃഷ്ടരാകുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞ് നിരാശപ്പെടുത്തിയ കാര്യം ചെയ്ത് വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മധുരപ്രതികാരവും കരുത്തുറ്റ വിജയവും. കാണുമ്പോൾ ചിരിക്കുന്ന മുഖങ്ങളല്ല, കാണാതിരിക്കുമ്പോൾ തിരക്കുന്ന സൗഹൃദങ്ങളില്ലേ, അവരായിരിക്കണം നമുക്കെന്നും പ്രിയപ്പെട്ടവർ. 96% സ്ത്രീകൾക്കും തൻ്റെ ജീവിത പങ്കാളി ചെയ്യുന്നതിൽ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം എന്നത് അവർ വിഷമിച്ചിരിക്കുമ്പോൾ തൻ്റെ പങ്കാളി സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നതാണ്. തിളച്ചുകൊണ്ടിരിക്കുന്ന ചൂടുള്ള ഒരു പാത്രത്തിലേക്ക് ഈച്ചകൾ പറന്നെടുക്കാറില്ല എന്ന് പറയുന്നത് പോലെ തിരക്കുള്ളതും കഠിനാധ്വാനിയുമായ ഒരു മനുഷ്യനെ മടിയന്മാരായ സുഹൃത്തുക്കൾ അപൂർവമായി മാത്രമേ സന്ദർശിക്കാറുള്ളൂ. നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ സംഭാഷണത്തിൽ താൽപ്പര്യമുണ്ടോ ഇല്ലയോ എന്നറിയാൻ അവരുടെ കാലുകളിലേക്ക് നോക്കിയാൽ മതി. അത് നേരെ നിങ്ങളിലേക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ആ സംഭാഷണത്തിൽ താൽപ്പര്യമുണ്ട് എന്നാണ് അർത്ഥം. അല്ല, അത് മറ്റേതെങ്കിലും ദിശയിലേക്കാണ് ഇരിക്കുന്നതെങ്കിൽ ആ വ്യക്തി താൽപ്പര്യമില്ലാതെയാണ് സംസാരിക്കുന്നത് എന്ന് ഉറപ്പിക്കാം. കാലുകൾ ഒരിക്കലും കള്ളം പറയില്ല. സ്വയം സ്നേഹിക്കുക. ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വലിച്ചെറിഞ്ഞേക്കാവുന്ന ബന്ധങ്ങളിൽപ്പെട്ട് സ്നേഹത്തിൻ്റെ അർത്ഥം പോലും നിങ്ങൾ മറന്നുപോകും. തങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ശ്രദ്ധിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ കൂടുതൽ ആകർഷിക്കപ്പെടുന്നു. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പ്രതിരൂപം ആകണം. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ സ്നേഹം നൽകുക. നിങ്ങൾക്ക് സത്യം വേണമെങ്കിൽ സത്യസന്ധരായിരിക്കുക. നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ ബഹുമാനം നൽകുക. വിഡ്ഢികൾ പോലും ചിലപ്പോൾ പറയുന്നത് ശരിയായിരിക്കാം.